കുഞ്ഞിന്റെ പ്രാണൻ തന്റെ കാലിനടിയിൽ പിടഞ്ഞു തീരുന്നതറിയാതെ അമ്മ പ്രാവ്. സ്വന്തം കാലിൽ കുരുങ്ങിയ പ്ലാസ്റ്റിക് വയറിന്റെ മറ്റേ അറ്റത്ത് പറക്കമുറ്റാത്ത കുഞ്ഞിനെയും വലിച്ച് ചുടുമണലിലൂടെ നടന്നു നീങ്ങുന്ന ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് ശരിക്കും നമ്മൾ ബീച്ചിലെത്തുന്നത്. ബീച്ചിലെത്തിയപ്പോൾ വളരെ ഹോണ്ട് ചെയ്യുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഒരു അമ്മയുടെ കാൽച്ചുവട്ടിൽ കടന്നിട്ട് ഒരു കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കാലിലെ കയറിൻ്റെ ഒരറ്റം കുഞ്ഞിൻ്റെ കാലിലും കുടുങ്ങിയിരിക്കുകയാണ്. ആ കുഞ്ഞിനെയും വലിച്ച ആ അമ്മ ഈ ചൂടുള്ള പുഴയിലൂടെ ഇങ്ങനെ ഭക്ഷണം തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഈ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മളവിടെ അടുത്ത് ചോദിച്ച സമയത്ത് ആദ്യം കൂട്ടിൽ നിന്ന് ഇത് കിളി കുഞ്ഞടക്കം വീഴുക ചെയ്തത്. അപ്പോൾ ചെറിയ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നാട്ടുകാർ പല രീതിയിൽ ഇതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് അടുത്ത് ചെല്ലുന്തോറും ഇത് കൂടുതൽ ദൂരത്തേക്ക് ഇത് പറന്നു പോകും. അങ്ങനെ കുറേ ഇത് നടന്ന് കുഞ്ഞ് സാവകാശം മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കിത് ചിത്രം എടുക്കുന്നതിലപ്പുറം ഇതിനെ രക്ഷിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ഇതിൻ്റെ പിന്നാലെ നമ്മൾ നടന്നു നോക്കി എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു രീതിയിലും അത് കിട്ടുന്നില്ല. കാരണം ഒരു ദൂരെത്തുമ്പോൾ പല വലിയ ദൂരത്തേക്ക് അത് പറന്നു പോകും. ഇത് ശരിക്കും പട്ടത്തിന് ഉപയോഗിക്കുന്ന വയറാണോ അല്ല വലക്കണ്ണി? പട്ടത്തിൻ്റെ കയറാവാനാണ് സാധ്യത. ഒന്നാമത് വൈകുന്നേരങ്ങളിൽ അവിടെ കണ്ടമാനം പട്ടം പറത്തുന്ന ഒരു ഏരിയയാണ്. കൂടുതലും ഈ വലിയ വലിയ മരങ്ങൾ ഇതേപോലത്തെ കണ്ണികൾ തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഈ പ്രാവുകളൊക്കെ ഇതുപോലത്തെ വേസ്റ്റ് കൊണ്ടുപോയിട്ടാണ് കൂട് കൂട്ടാറ്. പക്ഷേ ആ പ്രാവ് അറിഞ്ഞു കാണില്ല. ആ പ്രാവ് കൂട്ടിൽ നിന്ന് ഭക്ഷണം തേടി ഇറങ്ങുമ്പം കുഞ്ഞും അതിൻ്റെ കൂടെ വീണുണ്ടാവുന്ന പ്രാവ് അറിഞ്ഞു കാണില്ല. ഇനി അറിഞ്ഞതാണോ എന്തായെന്ന് അറിയില്ല. ഒരു വല്ലാത്ത സങ്കടക്കാഴ്ചയാണ്. എന്ത് ചെയ്യാനാണല്ലേ, ചില സമയങ്ങളിലൊക്കെ മനുഷ്യനിങ്ങനെ നിസ്സഹായനായി പോകും. ഇപ്പോൾ ആ പ്രാവിന്റെ കാലിൽ ആ കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ കൃത്യസമയത്ത് രക്ഷിക്കണമെന്ന് കരുതി സാജൻ അടുത്തേക്ക് പോയി. പക്ഷേ അതിന് സാധിച്ചില്ല. അപ്പോഴേക്കും ആ പ്രാവ് അവിടെ നിന്ന് അകന്ന് നീങ്ങുകയായിരുന്നു. ഈ ദൃശ്യം എടുക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രാവിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അത് കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നമുക്കൊപ്പം CK വിജയൻ ചേരുന്നുണ്ട് തത്സമയം. CK, ചിലപ്പോഴൊക്കെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ തന്നെയാണ്. നമ്മൾ ലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വയറുകൾ, അതിലൊരു പ്ലാസ്റ്റിക് വയറാണ് ഇപ്പോൾ ആ പ്രാവിന്റെ കാലിൽ കുടുങ്ങിയതും ആ കുഞ്ഞതിൽ കെട്ടിവലിഞ്ഞു പോയി ജീവൻ നഷ്ടമായതും. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. വലിയൊരു സന്ദേശം കൂടി സാജൻ വി നമ്പ്യാർ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ടായെന്നുള്ളതാണ്. പലപ്പോഴും ഹിമ, നമുക്ക് മനുഷ്യൻ്റെ പ്രയാസങ്ങളെക്കാളും വലിയ വിഷമം തോന്നും മിണ്ടാപ്രാണികളുടെ അവസ്ഥ കാണുമ്പോൾ. അതിൻ്റെ കണ്ണ് ഇപ്പോഴും നമ്മളെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച. ഒരുപക്ഷെ ഇത് ഈ കൂട് കൂട്ടാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള നാരുകളും കമ്പുകളും എല്ലാമാണ് ഇപ്പോൾ ഈ പ്രാവുകളും മറ്റും ഉപയോഗിക്കുന്നത്. അതിൽ ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് താഴത്തേക്ക് അല്ലെങ്കിൽ മറ്റ് പറക്കുമ്പോൾ ഇത് കുരുങ്ങി അങ്ങനെ ഈ കുഞ്ഞുമായി താഴെ വീണു എന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് അടുത്തുള്ള ആൾക്കാരെല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ പിന്നീടുണ്ടാകുന്നത് ഈ പ്രാവിനിത് അറിയുന്നില്ല. പ്രാവിൻ്റെ കാലിൽ കുരുങ്ങിയതൊന്നും. ആ പ്രാവ് ആ കുഞ്ഞിനെ വലിച്ച് ഈ ചുടുമണലിലൂടെ പോകുന്നു. അധികം വൈകാതെ തന്നെ പ്രാവിൻ്റെ കുഞ്ഞ് ചത്തുപോവുകയും ചെയ്യുന്നു. പക്ഷേ പ്രശ്നം ഇവിടെ അതുമാത്രമല്ല. കാരണം ഇത്തരത്തിൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ പരിസരങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ ഈ കാലിൻ്റെ വിരലുകളില്ലാത്ത കാക്കയെ കാണാം, പ്രാവുകളെ കാണാം, അത്തരത്തിലുള്ള പക്ഷികളൊക്കെ കാണാം, ഈ മറ്റ് പക്ഷികളെയൊക്കെ കാണാം. അതൊക്കെ ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുരുക്കി കുറേ കാലം കഴിഞ്ഞ് അത് പഴുത്ത് അറ്റുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പട്ടം പറത്തുന്നത് കൊണ്ടുള്ള ദുരന്തങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഈ പട്ടം പറത്തുന്നത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന നമുക്ക് തരുന്ന ഒരു മറുപാഠം കൂടിയാണ് ഈ കാഴ്ച. അതിന് ഈ കാഴ്ച മാത്രമല്ല, ഇതുപോലുള്ള മറ്റു കാഴ്ചകളും ഉദാഹരണമായി നമുക്ക് പറയാനുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ ഈ കാക്കകളൊക്കെ ഈ ബീച്ചിൽ ഒരുപാട് ഇത്തരത്തിൽ കാലില്ലാത്ത കാക്കകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഏതെങ്കിലും രീതിയിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനറിയുന്നില്ലല്ലോ ഇത് രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണെന്ന്. അത് വീണ്ടും വീണ്ടും പറന്ന് അകലുകയാണ്. സ്വാഭാവികമായും ഈ കാഴ്ച കാണുന്ന ഏതൊരാളും ആദ്യം കരുതുക നിങ്ങളതിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നാണ്. പക്ഷേ അതിനുള്ള ഉത്തരം കൂടി അത് പകർത്തിയ സാജൻ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ചുരുക്കിൽ പറഞ്ഞാൽ സാജൻ പറഞ്ഞതിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ ഭാഷകളൊന്നുമില്ല. കാണുമ്പോൾ വളരെ ദയനീയമായ ഒരു കാഴ്ച. നമ്മളൊക്കെ ആഹ്ലാദിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പട്ടം പറത്തൽ പോലുള്ള കാര്യങ്ങളുടെ മറുഭാഗം ഇങ്ങനെയാണ്. നമ്മുടെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഈ അരയാലിൻ്റെ മുകളിലടക്കം കാലിൽ ഇത്തരത്തിൽ ഈ വയറുകൾ കുരുങ്ങിയ പരുന്തുകളെയും മറ്റും നമ്മൾ പലതവണയായി കാണുകയും ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായും CK. ഇപ്പോൾ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളിൽ വേദന തോന്നുന്നുണ്ടാകും. പക്ഷെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഓരോരുത്തർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. നമ്മളെ ലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, അത് അല്ലെങ്കിൽ നൂലുകൾ, അതൊക്കെ മറ്റ് ജീവജാലങ്ങൾക്ക് അവരുടെ ജീവന് വലിയ ആപത്തായി മാറുന്നുണ്ട് എന്നുള്ളതാണ്.